students. In the previous class, we studied finance, business finance, functions of finance, organization structure of finance, all those things. Today, let us discuss about financial management. Financial management is that managerial activity which is concerned with planning and controlling of a firm's financial resources. In other words, it is concerned with acquiring, finance and managing assets to accomplish the overall goal of a business enterprise. Financial management is a managerial activity or a functional area of management. Financial management. It is concerned with planning and controlling a firm's financial resources. ഒരു ഓർഗനൈസേഷൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയാവുന്നതാണ് ഫിനാൻസ് അല്ലെങ്കിൽ മണി. ആ മോണിറ്ററി റിസോഴ്സസ് പ്ലാൻ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മേജർ കൺസേൺ എന്ന് പറയുന്നത്. Financial management is concerned with acquiring finance and managing assets in order to accomplish the overall goal of a business enterprise. Financial management അതിൻ്റെ മേജർ ഏരിയസായി കാണുന്നത് ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് അല്ലെങ്കിൽ ഫണ്ട് അക്വയർ ചെയ്യുക, ഡിഫറെൻറ്റ് സോഴ്സസിലൂടെ അത് കണ്ടെത്തുക, കൂടാതെ എഫിഷ്യൻ്റായിട്ട് അതിൻ്റെ അസറ്റുകൾ, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും മാനേജ് ചെയ്യുക. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് ദ ഓവറോൾ ഗോൾ ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. Therefore, we can say financial management is concerned with acquiring finance and managing assets to accomplish the overall goal of a business enterprise. Let us look into the definition of financial management. A famous definition given by Solomon, Ezra and J. John Pringle. According to them, financial management is concerned with the efficient use of an important economic resources, namely capital fund. സോളമൻ എസ്രയും ജോൺ പ്രിങ്കിളും നൽകിയിട്ടുള്ള ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇറ്റ് ഈസ് ദി എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ആൻ ഇമ്പോർട്ടൻ്റ് എക്കണോമിക് റിസോഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് റിസോഴ്സ് ആയിട്ടുള്ള ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട്സിൻ്റെ എഫിഷ്യൻറ്റ് യൂസ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മേജർ കൺസേൺ എന്ന് പറയുന്നത്. ഇതാണ് സോളമൻ എസ്രയും ജോൺ പ്രിങ്കിൾ നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. Now let us discuss the scope of financial management. The scope of financial management has undergone changes over the years. Until the middle of this century, its scope was limited to procurement of funds. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് തത്വങ്ങളും കാര്യങ്ങളുമെല്ലാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം വളരെ കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വരെയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മേജർ സ്കോപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്കോപ്പ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആയിരുന്നു. അതായത് ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് ഹൗ ടു എഫിഷ്യൻ്റ്ലി അറേഞ്ച് ഫണ്ട്സ്. ഇതായിരുന്നു പഴയ കാലഘട്ടത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കോപ്പ്. In the modern times, the scope of financial management includes 3 different kinds of decisions such as investment decision, financing decision and dividend decision. മോഡേൺ കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത് പ്രധാനപ്പെട്ട 3 ഡിസിഷൻസാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ
ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഈ 3 ഡിസിഷനിൽ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നതാണ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സുമായി ബന്ധപ്പെട്ട ഡിസിഷൻ. അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അസറ്റ് ക്ലാസസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ ഡിസിഷനാണ് ഡിവിഡൻഡ് ഡിസിഷൻ, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. സോ ബേസിക്കായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ 3 ഡിസിഷൻസിലും ആണ് കാണാൻ കഴിയുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. So in other words, scope of financial management includes estimating the total requirement funds for a given period. ഫിനാൻസ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന സ്കോപ്പ്. എസ്റ്റിമേറ്റിംഗ് ദ ടോട്ടൽ റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ഫോർ എ ഗിവൺ പീരീഡ്. റേസിംഗ് ഫണ്ട്സ് ത്രൂ വേരിയസ് സോഴ്സസ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. Investing the funds in both long-term and short-term assets. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ പറയുന്നത്. ഇൻവെസ്റ്റിംഗ് ഫണ്ട്സ് ഇൻ ബോത്ത് ലോങ് ടൈം ആസ് വെൽ ആസ് ഷോർട്ട് ടൈം അസറ്റ്സ്. ഫണ്ടിങ് ഡേ ടു ഡേ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ബിസിനസ്. ഷോർട്ട് ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനുള്ള ഫണ്ട് അറേഞ്ച് ചെയ്യുക. Collecting on time from debtors and paying to creditors on time. ഡെപ്റ്റേഴ്സിൽ നിന്നും കിട്ടാനുള്ള എമൗണ്ടുകൾ കറക്റ്റ് സമയത്ത് തന്നെ കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് നമ്മൾ നൽകാനുള്ള ആൾക്കാർക്ക് ക്യാഷ് സമയത്ത് തന്നെ നൽകുകയും ചെയ്യുക. ലാസ്റ്റ് വൺ ഈസ് എൻഷുറിങ് എ സാറ്റിസ്ഫാക്ടറി റിട്ടേൺ ടു ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള വരുമാനം, അതായത് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഓണേഴ്സിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിട്ടേൺസ് നൽകുക എന്നുള്ളതുമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ബ്രോഡ് സ്കോപ്പ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞ് ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദീസ് 3 ഡിസിഷൻസ്: ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. അതിനെ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്കോപ്പാണ് എസ്റ്റിമേറ്റിംഗ് ടോട്ടൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ഫണ്ട്സ് റിക്വയർഡ്, റേസിംഗ് ഫണ്ട്സ് ത്രൂ വേരിയസ് സോഴ്സസ്, ഇൻവെസ്റ്റിംഗ് ദ ഫണ്ട്സ് ഇൻ ലോങ് ടൈം ആസ് വെൽ ആസ് ഷോർട്ട് ടൈം അസറ്റ്സ്, ഫണ്ടിങ് ഡേ ടു ഡേ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, കളക്ടിംഗ് ഓൺ ടൈം ഫ്രം ഡെപ്റ്റേഴ്സ് ആൻഡ് പേയിങ് ടു ക്രെഡിറ്റേഴ്സ്, ensuring satisfactory return to all stakeholders. ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്കോപ്പ് ഇങ്ങനെ പറയാം. ഫണ്ടിൻ്റെ ആവശ്യകതയുടെ എസ്റ്റിമേഷൻ നടത്തുക, അതായത് എത്രത്തോളം ക്യാപിറ്റൽ ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ എസ്റ്റിമേഷൻ. ആ മണി പല സോഴ്സസിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമതായി പറയുന്നത്. നമ്മുടെ ക്യാപിറ്റൽ ഇഫക്റ്റീവായിട്ട് ഫിക്സഡ് അസറ്റിലും കറണ്ട് അസറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്സ്. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഷോർട്ട് ടൈം ഫണ്ട് റിക്വയർമെൻറ്റ്, അതിനുള്ള ഫണ്ട് റേസ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഡെപ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ക്രെഡിറ്റർ മാനേജ്മെൻറ്റ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം നൽകിയിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ നിന്ന് ടൈമിൽ തന്നെ ക്യാഷ് കളക്ഷൻ നടത്തുക. ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ ക്യാഷ് നൽകാനുള്ള ആൾക്കാരാണ്, അവർക്ക് കൊടുക്കേണ്ട സമയത്ത് തന്നെ ക്യാഷ് തിരിച്ചു നൽകുക. അതുപോലെ തന്നെ ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിട്ടേൺസ് പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലൂടെ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനിലൂടെ ചെയ്യുക. ദീസ് ആർ ദി സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. Next we have to discuss objective of financial management. Financial management objectives എന്തൊക്കെയാണ്? The main objectives of financial management are: A. Profit maximization. B. Maximization of shareholders' wealth.
അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റീവ്സാണ് മെയിനായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മാക്സിമൈസ് പ്രോഫിറ്റ് ഓർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സെക്കൻഡ് വൺ ഈസ് മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്, അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ളത്. ഇത് തന്നെ ഏതായിരിക്കും the most important objective that we are going to see next. There are two schools of thought in this regard. അപ്പോൾ ഏതായിരിക്കും the most important objective എന്നതിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാദഗതികളുണ്ട്. While traditional approach favors profit maximization as key objective, the modern thinkers favor shareholders wealth maximization as the key objective of financial management. അതായത് ഈ രണ്ട് വാദഗതികളിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നായിരുന്നു. അതേസമയം മോഡേൺ തിങ്കേഴ്സ് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ തരം രണ്ട് വാദഗതികൾ വന്നതെന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. സോ ലെറ്റ് us ഡിസ്കസ് വൈ ദീസ് ടു ടൈപ്സ് ഓഫ് ഡൈവർജിങ് സ്കൂൾ ഓഫ് തോട്ട്സ് കെയിം regarding the objectives of financial management. Modern thinkers criticize the profit maximization objective based on the following reasons. First reason is profit is an ambiguous concept, as profit can be expressed as long-term profit, short-term profit, or profit before tax, or profit after tax, or profit can be expressed as operating profit or gross profit, etc. മോഡേൺ തിങ്കേഴ്സ് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതല്ല മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയാനുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കൺഫ്യൂസിങ് ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് കറക്റ്റായിട്ട് പറയേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഏത് തരം പ്രോഫിറ്റാണ് നമ്മുടെ കാൽക്കുലേഷനിൽ ഒബ്ജക്റ്റീവ്സിൻ്റെ കാൽക്കുലേഷനിൽ എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിൻ്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് റീസൺ ഈസ് profit motive may lead to exploitation of customers, workers, employees and ignore ethical trade practices. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് നൽകി കഴിഞ്ഞിരുന്നാൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ്സുകൾ കസ്റ്റമേഴ്സിനെ കൂടുതൽ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്, വർക്കേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ കൂടുതൽ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എത്തിക്കൽ ട്രേഡ് പ്രാക്ടീസസിനെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ തരത്തിലുള്ള ഒഴിവാക്കലുകളിലൂടെ കമ്പനിയുടെ കോസ്റ്റ് കുറയുകയും അതിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുകയും സാധിക്കും. ബട്ട് ദീസ് ആർ നോട്ട് എത്തിക്കൽ ടു ഡു. ദാറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് maximization. And third reason is the profit maximization was taken as objective when business was self-financed and self-controlled. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിന് ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത് പഴയ കാലഘട്ടങ്ങളിൽ ബിസിനസ് സെൽഫ് ഫിനാൻസ്ഡും സെൽഫ് കൺട്രോൾഡും ആയിരുന്ന സമയത്ത്, അതായത് ഓണേഴ്സ് തന്നെ അവരുടെ ഓൺ മണി കൊണ്ട് ബിസിനസ് നടത്തുകയും ടോട്ടൽ മാനേജ്മെൻറ്റും ഓണേഴ്സ് തന്നെ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന തരത്തിലുള്ള കമ്പനികളിലും ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കുമായിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ ബിസിനസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് കാരണം പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കാൻ സാധിക്കില്ല.
So why profit is again coming as a disadvantage? Let us discuss further. However, at present, most of the large businesses have separation of ownership and management. സോ പഴയ കാലഘട്ടങ്ങളിൽ ഓണേഴ്സ് തന്നെയാണ് കമ്പനികളെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നതും ഓണേഴ്സ് സ്വന്തം മണി കൊണ്ടാണ് ബിസിനസ് ചെയ്തിരുന്നതെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സ്ഥിതി അതല്ല. ദർ ഇസ് എ ക്ലിയർ സെപ്പറേഷൻ ബിറ്റ്വീൻ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ദാറ്റ് മീൻസ് generally owners will not interfere into the day-to-day management of the organization, or management of organization is entrusted with a separate group of professionals. They manage the organization and generate profit, and that wealth goes to the owners. That is the situation at present. അതായത് ഈ കാലഘട്ടത്തിൽ മാനേജ് ചെയ്യുക, കമ്പനിയെ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന പ്രൊഫഷണൽസാണ്, അല്ലാതെ ഓണേഴ്സ് എല്ലാം. പ്രൊഫഷണൽസ് കമ്പനിയെ പ്രോഫിറ്റബിളായിട്ട് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ആ വെൽത്ത് ഓണേഴ്സിന് കൈമാറ്റം ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ. അറ്റ് ദ സെയിം ടൈം ബിസിനസ് ഈസ് ഡിപ്പെൻഡൻറ്റ് ലാർജ്ലി ഓൺ ലോൺ ആൻഡ് ബോറോഡ് ഫണ്ട്സ് ആൻഡ് ഓൺലി എ സ്മോൾ ഫ്രാക്ഷൻ ബീയിങ് ഫിനാൻസ്ഡ് ഔട്ട് ഓഫ് ഓണേഴ്സ് ഫണ്ട്സ്. ഈ മോഡേൺ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ, ഓണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഇൻ ക്യാപിറ്റൽ ഈസ് വെരി വെരി ലിമിറ്റഡ് ആൻഡ് എ ലാർജ് പോർഷൻ ഓഫ് ദ ക്യാപിറ്റൽ ഈസ് സോഴ്സ്ഡ് ത്രൂ ലോൺ ആൻഡ് ബോറോഡ് ഫണ്ട്സ്. മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ നിന്നും കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബോറോ ചെയ്തെടുക്കുന്ന മണിയാണ് ഇന്ന് ക്യാപിറ്റലിനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഓണേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു ചെറിയ ഫ്രാക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഈ കാരണത്താൽ ഹെൻസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വിൽ ഓൺലി ആക്ട് എസ് എ നാരോ ഒബ്ജക്റ്റീവ്. അത് കാരണം വളരെ നാരോ ഒബ്ജക്റ്റീവായിട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാറുന്നു. ഇൻ വ്യൂ ഓഫ് ദി എബവ്, modern thinkers consider wealth maximization as the key objective of financial management. This is also known as value maximization. ഈ കാരണത്താൽ മോഡേൺ തിങ്കേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആയിട്ട് പറയുന്നത്. മാക്സിമൈസേഷൻ ഓഫ് ഓണേഴ്സ് വെൽത്തിന് മറ്റൊരു പേരാണ് value maximization. This is also known as value maximization. They are of the view that wealth maximization is supposed to be the superior objective over profit maximization due to following reasons. So, profit maximizationന്റെ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ കണ്ടതാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് പല രൂപത്തിലാണ്, കൺഫ്യൂസിങ് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ എത്തിക്കൽ പ്രാക്ടീസസ് ഒന്നും ഉണ്ടാകില്ല. മാത്രമല്ല, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന പഴയ കാലഘട്ടത്തിൽ ഓണേഴ്സ് തന്നെ കമ്പനിയെ മാനേജ് ചെയ്യുകയും ഓണേഴ്സിൻ്റെ ഫണ്ട് കൊണ്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു പ്രോഫിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതെങ്കിൽ, മോഡേൺ തിങ്കേഴ്സ് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഓണേഴ്സ് വെൽത്ത് മാക്സിമൈസേഷനാണ് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിനുള്ള റീസൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് റീസൺ ഈസ് ദിസ് യൂസസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ് റാദർ ദാൻ ആംബിഗ്യുവസ് ടേം ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്ന കൺഫ്യൂസിങ് ടേമിന് പകരം കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ സക്സസ്സിനെ നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കുന്ന ക്യാഷ് ഫ്ലോസ് ആണ്. മെയിൻലി ക്യാഷ് ഇൻഫ്ലോസ് ആണ്. നമ്മുടെ കയ്യിലേക്ക് വരുന്ന അല്ലെങ്കിൽ കമ്പനിയിലേക്ക് വരുന്ന ക്യാഷിൻ്റെ ഫ്ലോയാണ് കമ്പനിയുടെ ഫ്യൂച്ചറിനെ നിർണ്ണയിക്കുന്നത്, അല്ലാതെ പ്രോഫിറ്റ് അല്ല എന്നുള്ളതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാൾ വെൽത്ത് മാക്സിമൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആകാനുള്ള ഒരു കാരണം.
2. It takes into account the concept of time value of money. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആയിട്ടുള്ള ടൈം വാല്യൂ ഓഫ് മണി ഈ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഇനി പഠിക്കാനിരിക്കുന്നതാണ്. വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഫോർ എ ബ്രീഫ് ഐഡിയ, ലെറ്റ് മീ ടെൽ യു the concept of time value means the value of money changes over a period of time. അതായത് മണിയുടെ വാല്യൂ സമയം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. മറ്റൊരു രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മണിയുടെ മൂല്യവും ഫ്യൂച്ചറിലുള്ള മണിയുടെ മൂല്യവും ഡിഫറൻ്റ് ആയിരിക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ഈ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഉൾക്കൊള്ളുന്നു. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. നെക്സ്റ്റ്, ദ തേർഡ് ഈസ് ഇറ്റ് ഓൾസോ ടേക്ക് കെയർ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് പ്രോജക്റ്റ്, as the discount rate used for calculating present value is generally a risk adjusted discount rate. ഇതാണ് മൂന്നാമത്തെ റീസൺ. ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരണം തന്നെയാണ് പറയുന്നത്. ടൈം വാല്യൂ ഓഫ് മണി അനുസരിച്ചിട്ട് ഫ്യൂച്ചറിലുള്ള ക്യാഷിൻ്റെ ഇന്നത്തെ മൂല്യം നമ്മൾ കണ്ടുപിടിക്കും. ആ ടെക്നിക്കിനെയാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഡിസ്കൗണ്ട് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്. ആ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഫ്യൂച്ചറിലുള്ള റിസ്ക് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ടാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവിൽ റിസ്ക് എന്ന് പറയുന്ന ആസ്പെക്റ്റും കൺസിഡർ ചെയ്യപ്പെടുന്നു. That is the third advantage. Because of all these three advantages, in today's real world situation, which is uncertain and multi-period in nature, wealth maximization is a better objective. ഇന്നത്തെ അൺസർട്ടൺ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒന്നിനും ഒരു ഷുവർട്ടി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ മുകളിൽ പറഞ്ഞ കാരണങ്ങളാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കീ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷനാണ്. സോ ബിഫോർ കൺക്ലൂഡിങ്, ലെറ്റ് മീ ഡിസ്കസ് വൺസ് അഗൈൻ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് financial management were considered as two objectives. First one is profit maximization, second one is shareholders wealth maximization. There are two schools of thought. According to the traditional school of thought, profit maximization was considered as the main objective of financial management. പഴയ കാലഘട്ടത്തിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് മെയിൻ ഒബ്ജക്റ്റീവായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ബട്ട് പ്രോഫിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് പലതരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കാരണം വെൽത്ത് മാക്സിമൈസേഷനാണ് മോഡേൺ തിങ്കേഴ്സ് മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്തത്. മൂന്ന് കാരണങ്ങൾ ഒന്നുകൂടി നോക്കാം. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ക്യാഷ് ഫ്ലോസ് ആണ് പ്രോഫിറ്റിന് പകരം കൺസിഡർ ചെയ്യുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി കോൺസെപ്റ്റ് ഈ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിൽ കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ ബിസിനസ്സിൻ്റെ റിസ്ക്കും കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്. Therefore, let us conclude that the most important objective of financial management is maximization of shareholders' wealth. Let us finish today's discussion. Thank you.